ആദ്യമായി ഞാൻ കൃപാസന മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരു കോടി നന്ദി പറയുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് 26/1/2003 ഞാൻ ഉടമ്പടി എടുക്കാമെന്ന കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. വീട്ടിൽ കടം കൊണ്ട് നിൽക്കാൻ നിവൃത്തിയില്ലാതിരുന്നു. അപ്പോൾ എനിക്ക് സ്ഥലമുണ്ട്, വിറ്റ് കിട്ടുന്നില്ല. ഒത്തിരി പേര് വന്ന് കാണും, എല്ലാവരും വന്ന് നോക്കിയിട്ട് പിന്നെ പറയാമെന്ന് പറഞ്ഞു പോകും, പിന്നെയും വരില്ല. പിന്നെ കുറച്ച് പേര് പറയും സെൻറ്റിന് 2 വെച്ച് വിറ്റാൽ 50 രൂപ വെച്ച് എനിക്ക് ബ്രോക്കറി കാശ് തരണം. ബ്രോക്കറിമാർ പറയുന്നതാണ് ഇങ്ങനെ. സെൻറ്റിന് 3 ആണെങ്കിലും ഞങ്ങൾക്ക് 50 വെച്ച് തരണം. അപ്പം ഞങ്ങൾ ഒന്നും നടക്കുകയല്ല, ഇങ്ങനെ മാറി മാറിപ്പോയിക്കൊണ്ടിരുന്നു. ഞാനിവിടെ വന്ന് എൻ്റെ സ്ഥലത്തിൻ്റെ ആധാരത്തിൻ്റെ കോപ്പി കൊണ്ടുവന്ന് അച്ഛനെ കാണിച്ച് പ്രാർത്ഥിച്ച് കൊണ്ടുപോയി. അച്ഛൻ കാശ് രൂപം തന്നുവിട്ടു. ഞാനിവിടെ നിന്ന് മണ്ണ് കൊണ്ടുപോയി. മണ്ണും ഉപ്പും അച്ഛൻ തന്ന കാശ് രൂപവും ഒരു തുള്ളി തൈലവും ഒരു തുള്ളി തേനും കൂടെ ഇവിടുത്തെ ഉടമ്പടി തൈലമായ ഒരു കൂടി തേനും എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ പറമ്പിൽ സ്ഥാപിച്ചു. അത് സ്ഥാപിച്ചതിൻ്റെ ഫലമായി അമ്മ എനിക്ക് അത്ഭുതകരമായ രീതിയിൽ ഒരു സ്ഥലക്കച്ചവടം നടത്തുന്നു. ഒരു ബ്രോക്കർ പോലും ഇല്ലാതെ അമ്മ തന്നെ. ഞാൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു, മാതാവേ വരുന്നവരെല്ലാം ഇങ്ങനെ പറയുന്നു, 1 സെൻറ്റ് സ്ഥലം വിറ്റാൽ അവർക്ക് സെൻറ്റിന് 50 രൂപ വെച്ച് ബ്രോക്കർ കൊടുത്ത് കൊടുക്കണം. ആകെ 10 സെൻറ്റ് സ്ഥലമേ അതിലുള്ളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ തന്നെ ഒരാളെ ബ്രോക്കറായിട്ട് കൊണ്ടുവരണം, എനിക്ക് ബ്രോക്കർ കാശ് കൊടുക്കാതെ തന്നെ അത് നടത്തി തരണമെന്ന് പ്രാർത്ഥിച്ചു. അമ്മയോട് പ്രാർത്ഥിച്ച് അച്ഛൻ തന്ന കാശ് രൂപവും അവിടെ സ്ഥാപിച്ചതിൻ്റെ ഫലമായി അത്ഭുതകരമായ രീതിയിൽ നല്ല വിലയോടുകൂടി മാതാവ് എനിക്ക് ഒരു ബ്രോക്കർ പോലും ഇല്ലാതെ നേരിട്ട് മാതാവ് തന്നെ ബ്രോക്കറായിട്ട് വന്ന് ആ സ്ഥലക്കച്ചവടം നടത്തി തന്നു. എനിക്കതെല്ലാം നടത്തി തന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് പണിക്ക് പോകാൻ പറ്റാതെയായി. അസ്ഥികൾക്കെല്ലാം തേയ്മാനമായിരുന്നു. പണി ചെയ്യാൻ പറ്റാതായപ്പോൾ ഞാൻ ഓർത്ത് ജീവിത പങ്കാളിക്കും പണി ചെയ്യാൻ പറ്റിയല്ല, സുഖമില്ലായിരുന്നു. സ്പീഡിൽ ഓടുന്ന വണ്ടിയിൽ ഇടച്ചാടി ചത്താലോന്ന് വരെ ഞാൻ ഓർത്തതാ. മാതാവ് അതിൽ നിന്നെല്ലാം എന്നെ രക്ഷിച്ചു. ഇങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ റിലേറ്റീവായ ഒരു ടീച്ചർ എന്നോട് പറഞ്ഞു, ഞങ്ങൾ കൃപാസനം പോയായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്നെയും കൂടെ കൊണ്ടുപോകാമോ ഇനി പോകുമ്പോഴെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, അടുത്ത മാസം ഞങ്ങൾ പോകുന്നുണ്ട്, പോകുമ്പം കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഇവിടെ വന്ന് അമ്മയുടെ ഉടമ്പടി എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ ജീവനോടെ കാണില്ലായിരുന്നു. അമ്മ അത്ഭുതകരമായ രീതിയിലാണ് ഇപ്പം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അസുഖങ്ങളെല്ലാം കുറവുണ്ട്. അതുകൊണ്ട് വലിയ രീതിയിൽ അത്ഭുതകരമായ രീതിയിൽ തന്നെ അമ്മ സ്ഥലം ഒരു ബ്രോക്കറിൻ്റെ സഹായം പോലും ഇല്ലാതെ അമ്മ തന്നെ ബ്രോക്കറായിട്ട് വന്ന് അത് നടത്തി തന്നു. പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മകളുടെ കുഞ്ഞിൻ്റെ കാര്യമാണ്. അത് മകൾ തന്നെ പറയും. എൻ്റെ പേര് പ്രിയ എന്നാണ്. അപ്പം കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പം ഒരു 6 മാസമൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് കുഞ്ഞിൻ്റെ ഒരു കാലിന് വലിപ്പം കൂടുതലും ഒരു കാലിന് വലിപ്പം കുറവുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡോക്ടറിനെ കാണിച്ചപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പം കാലിൻ്റെ നമ്മുടെ ഹിപ്പ് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. ഹിപ്പ് സ്കാൻ ചെയ്തപ്പോൾ DDH എന്ന് പറഞ്ഞൊരു അസുഖമായിരുന്നു. അത് ഹിപ്പിൻ്റെ ഡിസ്പ്ലേഷ്യ എന്ന് പറയും. അപ്പോൾ കുഞ്ഞിന് നടക്കാൻ തുടങ്ങുമ്പോൾ പ്രശ്നം ഉണ്ടാകും, അങ്ങനെയായിരുന്നു. അപ്പോൾ ഇത് ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഇതുവരെ ബെൽറ്റ് ഇട്ടില്ലേന്ന് ചോദിച്ചു. അപ്പോൾ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ബെൽറ്റ് ഇടണമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഞങ്ങൾ പറഞ്ഞു, അന്നേരം ഇത് കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു, ഞങ്ങളും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴാണ് ഇങ്ങനെ ശ്രദ്ധിച്ചത്. നേരത്തെ ശ്രദ്ധിച്ചു, പക്ഷെ കുഴപ്പമില്ലായിരിക്കും എന്ന് വിചാരിച്ചു. കാരണം കൊച്ച് ജനിച്ചപ്പം ഹോസ്പിറ്റലിൽ നിന്നും ഒന്നും പറഞ്ഞില്ല. അപ്പം കുഴപ്പമൊന്നും ഇല്ലായിരിക്കും എന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് ഞങ്ങൾ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ച് കാണിച്ചതായിരുന്നു. അപ്പോൾ 2 കാലിലും പ്രശ്നമുണ്ട്. ഒരു കാലിന് ഡിസ്പ്ലേഷ്യ കുറച്ച് കൂടുതലാണ്, 2 കാലിലും പക്ഷേ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉടമ്പടിയിൽ നിയോഗം വെച്ചു. അത് കഴിഞ്ഞപ്പം കുഞ്ഞിന് 2 എക്സ്റേ എടുക്കാൻ പറഞ്ഞു കാലിന്. എക്സ്റേ എടുത്തപ്പോൾ എക്സ്റേയിൽ പ്രശ്നമില്ല, വലുതായിട്ട് കാണിക്കുന്നില്ല. പക്ഷേ സ്കാനിങ്ങിൽ പ്രശ്നമുള്ളത് കൊണ്ട് 1 മാസം കൂടെ ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പം കുഞ്ഞിന് 1 വയസ്സും 1 മാസവും ആയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രായമുള്ള കുട്ടികളെയൊക്കെ കാണുമ്പം ഞാൻ അവരുടെ പേരൻസിനോട് ചോദിക്കും, കുട്ടി നടക്കാറായോ എന്ന് ചോദിക്കും. അപ്പോഴത്തേനും 1 വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിലും പറയും, ഇല്ല കുട്ടി നടക്കാറായിട്ടില്ല, പിടിച്ച് നിൽക്കുന്നതേ ഉള്ളൂ, അങ്ങനെ പറയും. പിന്നെ 1.25 വയസ്സൊക്കെയുള്ള കുട്ടികളെ കാണുമ്പോൾ ഞാൻ അവരുടെ പേരൻസിനോട് ചോദിക്കുമ്പോൾ പറയും, പിടിച്ച് നടക്കാറായിട്ടേ ഉള്ളൂ, അപ്പോൾ പേടിക്കേണ്ട, കുട്ടി നടന്നോളും, ഇവളും നടന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ചോദിക്കുന്നത്. അപ്പോഴത്തേനും എല്ലാവരും പറയും അത് നടന്നോളൂ എന്ന് പറയും. അപ്പോഴത്തേനും ഞാനോർത്തു 1.25 വയസ്സുള്ള കുട്ടികളും നടക്കാറായിട്ടില്ല, നടന്നു വരുന്നതേ ഉള്ളൂ, അപ്പോൾ ഇനി സമയമുണ്ട്, കുട്ടി നടക്കുമായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പം 1 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ തന്നെ ഇവൾ നന്നായിട്ട് നടക്കാൻ തുടങ്ങി. നടക്കും, ഓടും, എല്ലാം ചെയ്യും.
അതുപോലെ തന്നെ അമ്മ ഇവിടെ എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവളുടെ ഡെലിവറിയുടെ സമയത്ത് കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് കുറഞ്ഞു പോവുമായിരുന്നു. അപ്പോൾ എന്നെ അഡ്മിറ്റ് ചെയ്തത് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഹാർട്ട് ബീറ്റ് നോർമൽ എന്ന് പറയുന്നത് 120, അപ്പോൾ ഇവർക്ക് 115 ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എന്നെ അഡ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോഴൊന്നും കുഴപ്പമില്ല. പക്ഷേ ഡെലിവറിയുടെ ടൈം ആയപ്പോഴത്തേനും ഹാർട്ട് ബീറ്റ് 75 വരുന്നുണ്ട്. അപ്പോഴത്തേനും ഡോക്ടർ എന്നോട് പറഞ്ഞു കുഞ്ഞിന് ശ്വാസം മുട്ടും, അതുപോലെ CPD എന്ന് പറയും, സെഫാലോ പെൽവിക് ഡിസ്പ്രപ്പോർഷൻ എന്ന് പറയും, അത് കുഞ്ഞിൻ്റെ തല ഇറങ്ങാത്തൊരു സിറ്റുവേഷനായിരുന്നു. അപ്പോഴത്തേനും എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് നോർമൽ ഡെലിവറിക്ക് വേണ്ടി അവർ ഇൻഡക്ഷനായിരുന്നു. അപ്പോഴത്തേനും മെഡിസിനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ടും കുഞ്ഞിൻ്റെ തല ഇറങ്ങുന്നില്ല, നല്ല പെയിൻ വരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു സിസേറിയൻ നടത്തേണ്ട വരുമെന്ന് പറഞ്ഞു. പക്ഷെ നന്നായിട്ട് പെയിനുണ്ട്, എങ്കിലും സിസേറിയൻ നടത്തേണ്ടി വരും, കുഞ്ഞിന് ശ്വാസം മുട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ കിടന്ന് കരയുമായിരുന്നു. അപ്പോൾ ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു കരയാതെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതുവരെ ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ഇല്ല, കരഞ്ഞുകൊണ്ട് മാത്രമേ ഇരുന്നു. അവസാനം ഞാൻ എൻ്റെ മാതാവേ എന്ന് വിളിച്ചു. അപ്പം ഡോക്ടർ എന്നിട്ട് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പം എൻ്റെ അടുത്ത് ഡ്രിപ്പായിട്ടിടുന്ന മെഡിസിൻ പിറ്റോസ് എന്ന് പറയും, അത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ വേദന കുറയാനുള്ള ഇഞ്ചക്ഷൻ എടുത്തു. എന്നിട്ട് സിസേറിയന് കയറ്റാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അപ്പോഴത്തേനും എനിക്ക് പെട്ടെന്ന് പെയിൻ കൂടി, പെട്ടെന്ന് ഡെലിവറി ആകുമായിരുന്നു. അപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു ആ ഡെലിവറി ആകും, കുഞ്ഞിൻ്റെ തല ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പെട്ടെന്നാണ് നടന്നത്. അപ്പം ഓക്സിജൻ അത്രയും കുറഞ്ഞിട്ടും ഒരു കുഴപ്പമില്ലാതെ സിസേറിയൻ ചെയ്യേണ്ട വന്നില്ല. അതുപോലെ എനിക്ക് HBയും കുറവായിരുന്നു. അപ്പോൾ എനിക്ക് സിസേറിയൻ ആകും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതും ലാസ്റ്റ് ആയപ്പോഴത്തേനും അവസാനം 9ാമത്തെ മാസം നോക്കുമ്പോൾ HB നോർമലായി, സിസേറിയൻ ചെയ്യേണ്ട വന്നില്ല. അതുവരെ അയൺ സുക്രോസ് ഇട്ടിട്ട് പോലും കയറാതിരുന്ന HB ലാസ്റ്റ് ആയപ്പോഴത്തേനും കൂടി. അങ്ങനെ ജീവിതത്തിൻ്റെ നിർണായക നിമിഷങ്ങളിലൊക്കെ മാതാവ് ഒത്തിരി കഷ്ടപ്പെടുത്താതെ നമ്മളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നന്ദി. പ്രസവ സമയത്ത് ഇവർക്ക് പ്രസവം നടക്കാതിരിക്കുന്ന സമയത്ത് ഞാൻ കൃപാസന മാതാവിന് ചില്ലുകൂട്ടിൽ നിന്ന് തുറന്നിറങ്ങി വന്ന് എൻ്റെ കൊച്ചിന് സുഖപ്രസവം തരണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ അവിടെ വരുന്നതായിട്ട് ഞാൻ കണ്ടു. ആശുപത്രിയുടെ അവിടം വരെ വരുന്നത് ഞാൻ കണ്ടു, പിന്നെ കണ്ടില്ല. അന്നേരമാണ് ഓപ്പറേഷത്തിന് കയറ്റാൻ നിന്ന കുഞ്ഞിന് പെട്ടെന്ന് പ്രസവം നടക്കുമെന്ന് പറഞ്ഞ് പ്രസവ റൂമിലോട്ട് കൊണ്ടുപോയി പ്രസവം നടന്നത്. അങ്ങനെയാണ് മാതാവ് അങ്ങനെ ഒരു വലിയ അത്ഭുതം ചെയ്തു തന്നത്. പിന്നെ ഞങ്ങളുടെ 3ാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ അടുത്തുള്ള ഒരു സഹോദരൻ പോസ്റ്റിൽ നിന്ന് വീണ് കാല് പീസായിട്ട് ഒടിഞ്ഞു പോയി. ഒരു 6 മാസമായാൽ പോലും അത് കാല് നിലത്ത് കുത്താൻ പറ്റുമോ എന്നറിയാത്ത ആ അവസ്ഥയിലായിരുന്നു. അപ്പം ഞാൻ പോയി ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ച് 2 ആഴ്ച കഴിഞ്ഞ് ഞങ്ങളവിടെ കാണാൻ പോയായിരുന്നു. പോകുമ്പോഴത്തേക്ക് ആ സഹോദരൻ പതുക്കെ പിടിച്ച് നടക്കുന്ന അതിശയം തോന്നി. മാതാവ് ഇത്രയും വലിയ അത്ഭുതം ചെയ്യുമോ? കാല് വട്ടം ഒടിഞ്ഞ് കമ്പി ചുറ്റിൽ വിട്ടേക്കുക. ആ സഹോദരൻ ഞങ്ങളോട് പറഞ്ഞ് കടിഞ്ചായ ഇട്ട് തരാം. ഞാൻ പറഞ്ഞു ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് കടിഞ്ചായ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അല്ല എന്നാലും കടിഞ്ചായ ഇട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മനസ്സിലോർത്ത് മാതാവ് ഇത്ര സുഖപ്പെടുത്തി തന്നതല്ലേ, പോയി അടുക്കളയിൽ പോയി ഒരു കടിഞ്ചായ ഇടട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ആ സഹോദരൻ ഞങ്ങൾക്ക് പോയി കടിഞ്ചായ ഇട്ട് തന്നു. അത്ര സൗഖ്യത്തോടെ കാണാനുള്ള കൃപ അമ്മ തന്നു. ഞാൻ ഇവിടുന്ന് പോകുമ്പോഴേ പ്രാർത്ഥിച്ചു കൊണ്ടുപോയി, മാതാവേ ഞാൻ പോകുമ്പോൾ ആ സഹോദരൻ നിലത്ത് കാല് കുത്തി കാണാനുള്ള അനുഗ്രഹം തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ പോകുമ്പം സഹോദരൻ പതുക്കെ നടന്നുകൊണ്ടിരുന്നു. ആ അവസ്ഥയിലായവർക്ക് ഒരു 6 മാസത്തേക്കെങ്കിലും നിലത്ത് കാല് കുത്താൻ പറ്റുകയില്ല. തൈലം വീണ് 1 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. 3ാമത്തെ ആഴ്ചയാണ് ഇത്രയും വലിയ സൗഖ്യം കൊടുത്തിരിക്കുന്നത് മാതാവ്. അതിന് മാതാവിന് 100 കോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ സഹോദരന് ഏതു നേരം അസുഖമായിരുന്നു, ശ്വാസം മുട്ടലും നെഞ്ചുവേദനയും അങ്ങനെ പലവിധ അസുഖങ്ങളും കിഡ്നിക്ക് കംപ്ലൈൻറ്റും എല്ലാമായിട്ട് ആശുപത്രിയിൽ കിടക്കും. വീട്ടിൽ വന്ന് 2 ദിവസം പോലും സൗഖ്യമായിട്ടിരിക്കുകയല്ല, പിന്നെയും കൊണ്ടുപോകും. അങ്ങനെ സീരിയസ് ആയിട്ട് കൊണ്ടുപോയി 1 മാസത്തെ 20 ദിവസവും ആശുപത്രിയിലായിരുന്നു. ഞാൻ അവർക്ക് പോയി ഉടമ്പടി വസ്തുവായ തൈലവും ഉപ്പും കൊടുത്ത് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായി ഇപ്പോൾ അവർക്ക് 2-3 മാസം കൂടുമ്പോഴൊക്കെ ഒന്ന് ആശുപത്രിയിൽ പോയാൽ മതി. അത്രയും സൗഖ്യം കൊടുത്ത് അനുഗ്രഹിച്ച് എനിക്ക് 4-5ാമത്തെ സാക്ഷ്യം, എൻ്റെ കാല് എനിക്ക് ബെഞ്ചിലോ സ്റ്റൂളിലോ ഇരുന്നിട്ട് പള്ളിയിൽ തന്നെ ഇച്ചിരി നേരം കസേരയിൽ ഇരുന്നിട്ട് നിലത്ത് പിന്നെ കാല് കുത്താൻ പറ്റുകയില്ല. ഭയങ്കര വേദനയായിരിക്കും. പഴുത്തിരിക്കുമ്പോൾ കാലെങ്ങനെ നിലത്ത് കുത്താൻ പറ്റുമോ അതുപോലത്തെ വേദനയായിരിക്കും. അപ്പം ഞാനതെൻ്റെ ഉടമ്പടിയിൽ വെച്ച് അമ്മയുടെ മാതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ച് അത്ഭുതകരമായ രീതിയിൽ എനിക്ക് മാതാവ് അത് സുഖപ്പെടുത്തി തന്നു. ഇത്രയേറെ അത്ഭുതം തന്ന മാതാവിന് 100 കോടി നന്ദി പറയുന്നു. അത് മാത്രമല്ല, നേരത്തെ ഒന്നും ഞാൻ ബൈബിൾ വായിക്കില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് ഉടമ്പടി വന്നപ്പിന്നെ എനിക്ക് ബൈബിൾ അരമണിക്കൂറല്ല, ഞാൻ കൂടുതൽ നേരം വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിശ്വാസത്തിൽ വളരാനും ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ കഴിയുന്നുണ്ട്. പിന്നെ ഇത്ര അത്ഭുതം അമ്മ ചെയ്തതിന് 100 കോടി നന്ദി പറയുന്നു. അതുകൂടാതെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും വൃത്തമന്ദിരത്തിൽ പോകും, രോഗികളെ പോയി കാണും, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം അവർക്ക് ചെയ്യും.
അവർക്ക് വീടുകളിൽ നിന്ന് അവർക്ക് 10-200 രോഗികളുള്ള സ്ഥലമാണ്. ഞങ്ങളോട് ചോദിക്കും എവിടെ നിന്നെങ്കിലും കുറച്ച് തുണികൾ സംഘടിപ്പിച്ച് തരുമോ എന്ന്. ഞാൻ വീടുകളിലെല്ലാം പോയി അവർക്ക് വേണ്ടി തുണികൾ സംഘടിപ്പിച്ച്, വണ്ടി വിളിച്ച് പോകാനുള്ള വരുമാനമൊന്നും ഞങ്ങൾക്കില്ല, എന്നാലും ഞങ്ങൾ ബസ്സിൽ കയറ്റി ഞങ്ങളെ കൊണ്ട് പറ്റുന്ന അത്ര എല്ലാം കൊണ്ട് കൊടുക്കും. പിന്നെ പറ്റുന്ന പോലെ കുറച്ചൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ഓരോ സഹായങ്ങളും ഓരോ മാസവും ഇപ്പോൾ എന്തെങ്കിലും എല്ലാം സഹായം ചെയ്യും. പിന്നെ രോഗികളെ പോയി ആശുപത്രിയിൽ കാണും, പറ്റുന്ന പോലെ അവരെയും സഹായിക്കും. വീടുകളിൽ രോഗി ഉണ്ടെങ്കിൽ അവരെയും പോയി കാണും. ഞങ്ങൾ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളെന്നോ ഒന്നുമല്ല, ആര് എവിടെ ഉണ്ടെങ്കിലും, എവിടെ വകയിലുള്ളവരുണ്ടെങ്കിലും പുറത്തുള്ളവർ ആരാണെങ്കിലും എവിടെയും പോയി ഞങ്ങൾ പോയി കാണും. പിന്നെ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങളിവിടെ വരുമ്പോൾ 4-5 കെട്ട് പത്രമൊക്കെ മേടിക്കും. അടുത്തുള്ളവർക്കെല്ലാം ഇഷ്ടം പോലെ പത്രങ്ങൾ കിട്ടും. പള്ളിയിലൊക്കെ ചിലവർ കൊണ്ടിട്ടിട്ട് പോകും, ഞാൻ അതും എടുക്കും. എടുത്ത് ദൂര സ്ഥലങ്ങളിലൊക്കെ പോയി 100-150 രൂപ വണ്ടിക്കൂലി മുടക്കി ഇങ്ങനെ ദൂര സ്ഥലങ്ങളിലെല്ലാം പോയി പ്രാർത്ഥിച്ച്, തൈലം പുരട്ടി പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ വീട്ടിൽ നിന്ന് പത്രം കൊണ്ടുപോകുന്നത്. ഓരോരുത്തർക്കും കൊടുക്കുമ്പോൾ ഓരോ വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറ്റുകയില്ല, അതുകൊണ്ട് വീട്ടിൽ നിന്ന് അങ്ങനെ പ്രാർത്ഥിക്കും. എന്നാലും ദൂരോട്ടെല്ലാം പോകുമ്പോൾ ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് പത്രം കൊടുക്കും. ഈ പത്രം വായിക്കുന്നവരെല്ലാം മാതാവിനെ അറിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് ദൈവഹിതം അനുസരിച്ച് എല്ലാവരെയും ജീവിക്കുവാൻ പ്രാർത്ഥിച്ച് കൊടുക്കും. അങ്ങനെ ഒത്തിരി പേരുടെ അനുഗ്രഹം കണ്ടിട്ടുണ്ട്. 4 പേര് ഞാൻ മുഖേന ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുമുണ്ട്. അമ്മ ഇനി നൽകി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും. പിന്നെ എൻ്റെ കൊച്ചിൻ്റെ ഒരു ഭയങ്കരമായ മാരകമായ രോഗം കഴിഞ്ഞ പ്രാവശ്യം മാതാവ് മാറ്റിത്തന്നത് ഞാൻ സാക്ഷ്യം പറഞ്ഞതാണ്. ആദ്യം മഞ്ഞപ്പിത്തം വന്നിരുന്നു, ഞങ്ങൾ അറിഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കൊച്ചിന് ആഹാരമൊന്നും കഴിക്കാൻ പറ്റാതായത്. ആശുപത്രി എന്നോട് മാതാവ് വലിയൊരു ആശുപത്രി കാണിച്ചു തരും, അവിടെ കൊണ്ടുപോകാൻ സ്വപ്നത്തിൽ കാണിച്ചു തന്നു. അപ്പം ഡോക്ടർ ചോദിക്കുക, ഈ കൊച്ചിന് ഇത്രയും സീരിയസ് ആകുന്നവരെ എന്തിനോ വെച്ചുകൊണ്ടിരുന്നു, നിങ്ങൾ അറിഞ്ഞില്ലേന്ന്? അത് സ്വപ്നത്തിലായിരുന്നു. ഞാൻ പിറ്റേ ദിവസം തന്നെ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോൾ കൊച്ചിന് മഞ്ഞപ്പിത്തം വന്ന് കുറഞ്ഞു, എന്നാൽ അത് കരളിൽ ബാധിച്ചു, ക്യാൻസറിൻ്റെ ആരംഭമാണെന്ന് പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. മാതാവിനോട് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, മാതാവേ മഞ്ഞപ്പിത്തം വന്നപ്പോൾ അറിഞ്ഞിരുന്നെങ്കിൽ ചികിത്സിച്ച് കുറയുമായിരുന്നല്ലോ. ഇനി ലിവർ ക്യാൻസർ വന്നാൽ ഞാൻ എന്നെ ചെയ്യും, ഞങ്ങൾക്ക് വരുമാനമില്ല. മെഡിക്കൽ കോളേജിലാണ് അന്ന് ഞാൻ രോഗികളെ പോയി കണ്ടിട്ട് വരിക. വാതക്കയിലെല്ലാം ആൾക്കാർ കിടക്കുന്നു. ഇവിടെ കിടന്ന് ഞങ്ങൾ എവിടെ ഇരുന്ന് ഞങ്ങൾ തിരികെത്തിച്ച് മാതാവിന് പ്രാർത്ഥിക്കും. ഞാൻ ഈ ഉടമ്പടി എടുത്ത ഇന്ന് വരെ ഒരു ദിവസം പോലും തിരികെത്തിച്ച് പ്രാർത്ഥിക്കാതെ ഇരുന്നിട്ടില്ല. കൃത്യം 5:30 തന്നെ ഞാൻ തിരികെത്തിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇനി ഞങ്ങൾ എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും? അവിടെ കുത്തിയിരിക്കാനുള്ള സ്ഥലം പോലും ഇല്ലാതെ വാതക്ക ആൾക്കാരാണല്ലോ എന്ന് പ്രാർത്ഥിച്ച്. അപ്പോൾ ആദ്യത്തെ സ്കാനിങ്ങിൽ ഇങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് തന്നെ നിങ്ങൾ കൊച്ചിന് ബ്ലഡ് കയറ്റണം, ബ്ലഡ് ഒട്ടുമില്ല, ബ്ലഡ് കയറ്റിയാൽ മാത്രമേ ചികിത്സ തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആകാനുള്ള രീതിക്കല്ല വന്നത്, ഞങ്ങൾ പാല ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോകാം, ബ്ലഡ് കയറ്റിയിട്ട് ഇങ്ങോട്ട് ചികിത്സയ്ക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡോക്ടർ എന്നോട് ചോദിക്കും അതുവരെ ഈ കൊച്ചെങ്ങനെ ജീവിച്ചിരിക്കുമെന്ന്. എനിക്ക് അന്നേരം ഇത്ര ഒന്നും ഗൗരവം മനസ്സിലായില്ല. പാലയിൽ വന്നപ്പോൾ ഡോക്ടർമാരെല്ലാം ഞങ്ങളെ വഴക്ക്, ഇത്രയും സീരിയസ് ആയ കൊച്ചിന് ഇവിടെ എന്നാ ചികിത്സ ഉണ്ടെന്ന് നിങ്ങൾ കൊണ്ടുവന്നത്, മെഡിക്കൽ കോളേജിലാണ് ബ്ലഡ് കയറ്റുന്നതോടൊപ്പം ചികിത്സ തുടങ്ങുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ബ്ലഡ് കയറ്റി ഞാൻ മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് ആശുപത്രി പോയപ്പോൾ അവർ പറഞ്ഞു ഇന്ന് അഡ്മിറ്റാകാൻ തയ്യാറായോണോ വന്നതെന്ന് പറഞ്ഞു. അതേന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിന് മുമ്പേ ഇവിടെ കൊണ്ടുവന്ന് മാതാവിനോട് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണമെന്ന് വന്നപ്പോൾ അന്ന് അച്ഛനില്ലായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ, ഞാൻ അമ്മയുടെ ചില്ലുകൂട്ടിൻ്റെ വാതിൽക്കൽ എൻ്റെ കുഞ്ഞിനെ കിടത്തുന്നു, കൈവിരൽ തുമ്പ് കൊണ്ട് തൊടാനുള്ള യോഗ്യത ഇല്ലെങ്കിൽ അമ്മ കാൽവിരൽ തുമ്പ് കൊണ്ടെങ്കിലും ഒന്ന് തൊട്ട് എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തണമേ, ഇനി സ്കാൻ ചെയ്യുമ്പോൾ എൻ്റെ കുഞ്ഞിന് ഒരു അസുഖം ഇല്ലാതിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് രണ്ടാമത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു സ്കാനിങ് കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു. ആ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ കുഞ്ഞിന് ഒരു അസുഖമില്ല. പാലാതൈറോയ്ഡൊന്നൊരു തൈറോയ്ഡ് ഉണ്ടായിരുന്നു, അത് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ടെസ്റ്റ് നടത്തിയപ്പോൾ അതുമില്ല. എല്ലാം അത്ഭുതകരമായി, ഒരു പുളിയ പോലും ഇല്ലാതെ അമ്മയുടെ തൈലവും ഉപ്പും തേനും എല്ലാം ഞാൻ എൻ്റെ കുഞ്ഞിന് വേറെ ഒരു മരുന്നും കൊടുത്തിട്ടില്ല. അത്ര അത്ഭുതകരമായ രീതിയിൽ അമ്മ എനിക്ക് ആ കുഞ്ഞിനെയും സുഖപ്പെടുത്തി തന്നു. ഇങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ ചെയ്തു. 100 കോടി നന്ദി ഞാൻ മാതാവിനെ സമർപ്പിക്കുന്നു. ഇനിയുള്ള കാലം എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ കാരുണ്യപ്രവൃത്തിയും പ്രവർത്തനവും ചെയ്ത് ജീവിക്കുന്ന അന്ന് വരെ, എനിക്ക് നിലത്ത് കാല് കുത്താൻ പറ്റുന്ന അന്ന് വരെ ഞാൻ മാതാവിൻ്റെ ഉടമ്പടിയിൽ ജീവിക്കും. ദൈവത്തിന് 100 കോടി നന്ദി സമർപ്പിക്കുന്നു. 116 സങ്കീർത്തനത്തിൻ്റെ 5ഉം 6ഉം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, കർത്താവ് കരുണാമയനും നീതിമാനുമാണ്, നമ്മുടെ ദൈവം കൃപാലുവാണ്, എളിയവരെ കർത്താവ് പരിപാലിക്കുന്നു, ഞാൻ നിലം പറ്റിയപ്പോൾ അവിടുന്ന് എന്നെ രക്ഷിച്ചു. സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അൾത്താര നമുക്കറിയാം ഒത്തിരിയേറെ വ്യക്തികളുടെ ജീവിതത്തിൻ്റെ അവസാന ഉത്തരമാണ്. ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് ആത്മാർത്ഥമായിട്ട് തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ആരൊക്കെ തങ്ങളുടെ ജീവിതം വിശ്വാസപൂർവം പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ത്രിയേക ദൈവസന്നിധിയിൽ സമർപ്പിച്ചോ അവരുടെ ഒക്കെ ജീവിതത്തിൽ
അവരുടെ പ്രതീക്ഷകൾക്ക്, അവരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾക്ക് പരിശുദ്ധ അമ്മ ഉത്തരം നൽകിയതായിട്ട് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളോട് കുമാരി ജോസഫ് എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം ഇപ്പോൾ പങ്കുവച്ചത്. ഈ സഹോദരിയും നമ്മളോട് പറയുന്നത് തന്നെയാണ്, രോഗത്തിൻ്റെ അവസ്ഥയിൽ, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള തകർച്ചയുടെ അവസ്ഥകളിൽ പരിശുദ്ധ അമ്മയും ഉടമ്പടി പ്രാർത്ഥനയും എങ്ങനെയാണ് ഈ സഹോദരിയുടെ ജീവിതത്തിൽ സഹായമായിട്ട് മാറിയതെന്ന്. സ്നേഹം നിറഞ്ഞവരെ, വിശ്വാസപൂർവം ജീവിതത്തെ നവീകരിക്കുവാനായിട്ട് ആരൊക്കെ തയ്യാറാകുന്നുണ്ടോ, ആരൊക്കെ ദൈവവചനം പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നുവോ, അവരുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കുകയാണെങ്കിൽ, ഉടമ്പടി ജീവിതം നയിക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥത്തിൽ ത്രിയേക ദൈവസന്നിധിയിൽ നിന്ന് കൃപകൾ ധാരാളമായിട്ട് ലഭിക്കും എന്നുള്ളത് ഈ സാക്ഷ്യത്തിൽ നിന്ന് വളരെ പ്രകടമായിട്ട് നമുക്ക് മനസ്സിലാവുകയാണ്. ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം. ഇരു കരങ്ങളും അടിച്ച് ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് നൽകിയ ചെറുതും വലുതുമായിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. അമ്മേ മാതാവിനും യേശു തമ്പുരാനും സ്തോത്രം. എൻ്റെ പേര് മെറീന. ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്, കോന്നിന്ന്. ഞാൻ 2016 നേഴ്സിംഗ് ഡിസ്റ്റിങ്ഷനിലൂടെ പാസ്സായതാണ്. ഇപ്പം 8 കൊല്ലമായി. അന്ന് തൊട്ട് ഞാൻ ഒന്ന് പുറത്ത് പോയി ഇതാവാൻ വേണ്ടിയിട്ട് കിടന്ന് പരിശ്രമിക്കുമായിരുന്നു. പല പല തടസ്സങ്ങളായിട്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ശരിക്കും ഒരു കുരുക്കിപ്പെട്ട് കിടന്ന് ഇതാവുന്ന പോലെയായിരുന്നു. അങ്ങനെ ഞാൻ എക്സ്പീരിയൻസ് ഒക്കെ എടുത്തിട്ട് ദുബായിക്ക് പോകാൻ വേണ്ടിയിട്ട് പകുതി പ്രോസസ്സിങ് ചെയ്തിട്ട് ടഫുള്ള, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റൽ ഭയങ്കര ഇതായിരുന്നു. പക്ഷേ ആ സ്ട്രെസ്സിൽ ഞാൻ ജോലി വിടാതെ നൈറ്റ് ഡ്യൂട്ടിക്കിടയിൽ ദുബൈയുടെ DHA എക്സാമിൻ്റെ ഇരുന്ന് പഠിച്ച് അവിടെ നിന്നുകൊണ്ട് തന്നെ എക്സാം എഴുതി. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാവാൻ പറ്റി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് കോവിഡ് കൂടിയിട്ട് ഫ്ലൈറ്റ് ലോക്കായി. 1 മാസം വെയിറ്റ് ചെയ്തു, 2 മാസം വെയിറ്റ് ചെയ്തു, 3 മാസം വെയിറ്റ് ചെയ്തു, ഫ്ലൈറ്റ് ലോക്ക്. അപ്പോൾ ഇതിന് 6 മന്തേ വാലിഡിറ്റി ഉള്ളൂ. ഈ 6 മന്തിനുള്ളിൽ നമ്മൾ അവിടെ ചെന്ന് ലൈസൻസ് ഇഷ്യൂ ആയില്ലെങ്കിൽ ഇതിനൊരു ഇതും ഇല്ലാതാവും. അങ്ങനെ ഓൾറെഡി 3 മന്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എങ്ങനെയും പോകാമെന്ന് വെച്ചിട്ട് കോവിഡിൻ്റെ ഒരു പ്രൊജക്റ്റ് വന്നപ്പം അതിലെനിക്ക് DHA കൂടെ ഉള്ളതുകൊണ്ട് അവരെന്നെ എടുത്തു. അങ്ങനെ ഞാൻ അതിൽ പോയി. പക്ഷേ അതിൽ അവരടിക്കുന്നത് വെറും ടെമ്പററി വിസയാണ്. അതിൽ നമ്മുടെ ലൈസൻസ് ഇതാവത്തില്ല. പിന്നെ അവിടെ ചെന്ന് എനിക്ക് വേറെയും കുറേ ഇഷ്യൂസായിട്ട് അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ട് വലിയ ആഗ്രഹത്തോട് പോയിട്ട് ഞാൻ തിരിച്ചു പോരേണ്ടി വന്നു. കരഞ്ഞ് ഒത്തിരി സങ്കടപ്പെട്ടാണ് തിരിച്ചു വന്നത്. അതിലെൻ്റെ അപ്പ, അമ്മ, അപ്പച്ചൻ, അമ്മച്ചി, ബ്രദറ്, ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട് എൻ്റെ പേരിൽ. അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു. അപ്പം തന്നെ എനിക്ക് ഗ്യാപ്പായി. പിന്നെ ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ സ്റ്റക്കായി നിൽക്കുന്നൊരവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ 1 വർഷത്തെ ഗ്യാപ്പ് അങ്ങ് ഫില്ല് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഒരിടത്ത് എക്സ്പീരിയൻസിന് കയറി. അവിടെ നിന്നുകൊണ്ട് ഞാൻ OET തിരിയാമെന്ന് പറഞ്ഞിട്ട് OET പഠിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ച് വീട്ടിൽ ചെന്ന് 1 വർഷം കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ വയസ്സിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പ്രഷർ ഒരു സൈഡിലുണ്ട്. എൻ്റെ പപ്പയും മമ്മിയൊക്കെ അതിൽ ഒത്തിരി ബലിയാടായിട്ടുണ്ട്. നാട്ടുകാരുടെ ചോദ്യം, ഞാൻ തിരിച്ചു വന്നു, കല്യാണം കഴിപ്പിക്കുന്നില്ല, അങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ നമ്മുടെ ഫാമിലിയിൽ നിന്നും പുറത്തുനിന്നും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ മനസ്സിലാക്കി അവരെൻ്റെ കൂടെ നിന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് 1 വർഷത്തെ എക്സ്പീരിയൻസ് എടുത്തിട്ട് ഇറങ്ങി വീട്ടിൽ ചെന്ന് ഓൺലൈനിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി. അങ്ങനെ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് ഞാൻ എൻ്റെ ക്ലാസ് ഓൺലൈനിൽ പഠിത്തം തുടങ്ങി. അങ്ങനെ നവംബർ 11 എനിക്ക് എക്സാം ആയിരുന്നു. ഞാൻ എക്സാമിന് പ്രാർത്ഥിച്ച് പോയി. ഇതിനിടയിൽ ഞാൻ രാത്രി ശരിക്കും പറഞ്ഞാൽ റൂമിൽ നിന്ന് ഇറങ്ങാതിരുന്ന് ഞാൻ പ്രാർത്ഥിച്ച് പഠിച്ചെന്ന് തന്നെ പറയാം. അങ്ങനെ പഠിച്ച് രാത്രിയിൽ ഒരുപാട് എത്ര ലേറ്റായിട്ട് കിടന്നാലും ഞാൻ പ്രാർത്ഥിക്കുകയും ജപമാല ഞാൻ മുടക്കത്തില്ലായിരുന്നു. അങ്ങനെ ഒരു രാത്രി 12 മണിക്ക് ശേഷം ഞാനിരുന്ന് ഇങ്ങനെ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ മാതാവിൻ്റെ സ്റ്റാൻഡുള്ള ഒരു ഫോട്ടോ ഞാൻ എൻ്റെ ടേബിളിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലാണ് തിരിവെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവിടെ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഞാൻ പഠിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഇരുന്നപ്പം ആ ഫോട്ടോ എനിക്ക് 3D പോലെ ഫീൽ ചെയ്യുമായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതായിരിക്കുന്നു. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ അല്ല, 3D പോലെ മാതാവിൻ്റെ ഫോട്ടോ മാറിക്കൊണ്ടിരിക്കുക. ഈ മാതാവിൻ്റെ ഫോട്ടോയും മറ്റേ നമ്മുടെ ഈ ഫ്രണ്ടിലുള്ള ആ മാതാവിൻ്റെ ഫോട്ടോ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെ കുറേ നേരം എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ
ഞാൻ പിറ്റേ ദിവസം അമ്മയോട് മാത്രം പറഞ്ഞു, മമ്മി എനിക്ക് ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു ദർശനം ഉണ്ടായി. അപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു, മാതാവിനോട് മുറുകെ പ്രാർത്ഥിച്ചു, എല്ലാം മാതാവ് സാധിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ നവംബർ 11 ഞാൻ എക്സാം എഴുതാൻ പോയി. 27 ആ മാസം തന്നെ 27 ഞാൻ ഡയറക്റ്റ് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നു. ഇവിടെ വന്ന് ഞാൻ എൻട്രൻസിൽ വന്ന ഉടനെയാണ് ഞാൻ ആ മാതാവിൻ്റെ ഇത് കണ്ടത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഈ മാതാവിനെയാണല്ലോ അന്ന് രാത്രി ഞാൻ കണ്ടതെന്ന്. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഉപവാസം എടുത്ത് വന്ന് ഞാനിവിടെ നേരിട്ട് ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ എൻ്റെ റിസൾട്ട് അനൗൺസായി. എനിക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നു, പക്ഷെ ഞാൻ ഓപ്പൺ ചെയ്തില്ല. ഉടമ്പടി എല്ലാം എൻ്റെ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഇവിടുന്ന് ഇറങ്ങി ആ നടയിൽ ചെന്നിട്ട് ഞാൻ മാതാവിനെ വിളിച്ചുകൊണ്ട് ഓപ്പൺ ചെയ്തു. ഞാൻ പാസ്സായി. ആദ്യത്തെ അറ്റംപ്റ്റിൽ OET എനിക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് പറ്റി. അന്ന് തൊട്ട് മാതാവ് എന്നെ ഒരു ദിവസം പോലും ഡിലേ വരാതെ എൻ്റെ പ്രോസസ്സിങ് വേഗം നടത്തി തന്നു. എന്നെക്കാട്ടി 3-4 മാസം മുമ്പേ കൊടുത്തവർ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവിടോട്ടുള്ള പ്രോസസ്സിങ് നടക്കുന്നത്. അവരുടെ എല്ലാം നിൽക്കുമ്പോഴും എൻ്റെ ഒരു ഡിലേ പോലും ഇല്ലാതെ വേഗം നടത്തി. മൈന്യൂട്ട് കാര്യം പോലും ഞാനിപ്പോൾ ബാങ്കിലൊക്കെ ഒരു കാര്യത്തിന് എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ചെന്നാൽ അവിടെ എന്തെങ്കിലും ഒരു തടസ്സമുണ്ടെങ്കിൽ ഞാൻ അന്നേരം പ്രത്യക്ഷീകരണ പ്രാർത്ഥന അവിടെ ഇരുന്ന് ചൊല്ലും. ഞാൻ എവിടെ പോയാലും എൻ്റെ ഈ കാശ് രൂപ ഈ കൊന്ത എൻ്റെ കയ്യിലുണ്ടാവും. അതുകൊണ്ട് എനിക്ക് അവിടെ വിശ്വാസം അത് നടക്കും. എത്ര അവർ നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ എൻ്റെ അവിടെ ഇരുന്ന് അപ്പം തന്നെ അത് നടക്കും. അങ്ങനെ ഒരു ദിവസം പോലും ഡിലേ വന്നിട്ടില്ല. അങ്ങനെ അന്നോട്ട് അത്ഭുതകരമായിട്ട് നടത്തി. സാമ്പത്തികമായിട്ടാണേലും എല്ലാം മാതാവ് യേശുതമ്പുരാനോട് മധ്യസ്ഥം വഹിച്ച് നടത്തി തന്നു. അതിനിടയിൽ എനിക്ക് വേറൊരു എക്സാം ഉണ്ടായിരുന്നു ന്യൂസിലൻഡിൻ്റെ. നേരത്തെ ക്യാപ്പ് എന്ന് പറഞ്ഞൊരു കോഴ്സായിരുന്നു ന്യൂസിലൻഡിൽ. അതിപ്പോൾ റീസെൻ്റായിട്ട് ചേഞ്ച് ചെയ്ത് എക്സാം ആക്കി. തിയറി ഇവിടെയും പ്രാക്ടിക്കൽ അവിടെയും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടഫ്നെസ് ഉണ്ടായിരുന്നു. ചെന്നൈ വെച്ചായിരുന്നു എനിക്ക് എക്സാം. ഞാൻ ആ എക്സാമിന് പോയപ്പോഴും തൈലം തൊട്ട് പ്രാർത്ഥിച്ച് ഉപ്പ് ഈ കാശ് രൂപ ഇതിരുണ്ടാ പോയത്. ഓരോ ക്വസ്റ്റ്യൻ കഴിയും തോറും ഞാൻ മാതാവേ കാത്തോണേ ഇങ്ങനെ പ്രാർത്ഥിച്ചാണ് ഞാൻ ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തത്. 180 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ എക്സാം ഞാൻ പാസ്സായി. അങ്ങനെ ഇപ്പം മാതാവിൻ്റെയും യേശുതമ്പുരാൻ്റെ അനുഗ്രഹത്തോടെ എൻ്റെ വിസ വന്നു. ഞാൻ ഈ സൺഡേ പോവാണ്. ഞാൻ നവംബർ 11 എക്സാം എഴുതിയത്. ആദ്യമായിട്ട് എക്സാം എഴുതിയ അന്നാണ്. ഈ നവംബർ 11 ആയപ്പോൾ ഞാൻ അന്ന് ഫ്ലൈറ്റിലാണ്. ആ ഒരു വലിയ അനുഗ്രഹം എനിക്ക് തന്നു. തടസ്സമായിട്ട് കിടന്നതാണ് എൻ്റെ ഒരു കാര്യം. ഇത് ഇത്രയും വലിയൊരു വഴി എനിക്ക് തുറന്നു തന്നു. ഇനി എനിക്ക് അവിടെ ചെന്നിട്ട് ഇനി പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്, രജിസ്ട്രേഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ജോലി. ഇപ്പോൾ അവിടെ എല്ലാം പ്രശ്നങ്ങളാണ്, ജോലിക്കൊക്കെ പ്രശ്നങ്ങളാണ്. പലരും എൻ്റെ പല അടുത്തൊന്നും പറയുന്നുണ്ട്, പോകുന്നവരൊക്കെ തിരിച്ചു വരുന്നുണ്ട്, ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ പലരും എന്നോട് പറയുന്നുണ്ടെങ്കിലും എനിക്ക് പേടിയില്ല. എൻ്റെ മുമ്പോട്ടുള്ള കാര്യങ്ങളും എൻ്റെ അമ്മയും മാതാവ് യേശുതമ്പുരാൻ നടത്തി തന്നോളൂ. എനിക്കതിൽ അടിയുറച്ച വിശ്വാസമുണ്ട്. ഞാൻ ജോലി കിട്ടിയിട്ട് ഇവിടെ വന്ന് ഞാൻ ഇതുപോലെ സാക്ഷ്യം പറയും. പിന്നെ ഈ ഒരു അനുഗ്രഹം കൂടാതെ എൻ്റെ ഉടമ്പടിയിൽ വെച്ചൊരു കാര്യമാണ്. എൻ്റെ ആങ്ങളയുടെ പേര് ജാക്സൺ എന്നാണ്. അവൻ ദുബൈയിൽ 9 മാസത്തോളം വിസിറ്റിംഗ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് അവനൊരു ജോലി കിട്ടിയത്. അത് കഴിഞ്ഞപ്പോൾ അവൻ അവിടെ UAയുടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ അതിൻ്റെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ അറ്റംപ്റ്റിൽ അവന് കിട്ടണമെന്ന്. അങ്ങനെ അവൻ ദുബൈയുടെ ലൈസൻസ് എടുക്കാൻ പോയി. അവിടെ ചെന്ന് അവൻ്റെ കൂടെ നിന്നവരൊക്കെ 3-4 തവണ ഫെയിലായിട്ട് വന്നവരാണ്. അവൻ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ലൈസൻസ് കിട്ടി UAയുടെ. അത് കഴിഞ്ഞിട്ട് അവനൊരു ഉയർന്ന ശമ്പളത്തിൽ വേറൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അവന് ഉയർന്ന ശമ്പളത്തിൽ നല്ലൊരു കമ്പനിയിൽ പ്രൊജക്റ്റ് കോർഡിനേറ്ററായിട്ട് അവനിപ്പോൾ ജോലിയായി. അവൻ തന്നെ എന്നോട് പറയാറുണ്ട്, എന്ത് അതിശയമാണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. അവിടെ 7-8 വർഷമായവർക്ക് ആ കമ്പനി ജോലി കിട്ടുന്നത്. അവൻ അവിടെ 2.5 വർഷത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ. അതിലാണ് അവന് ജോലി കിട്ടിയത്. അവൻ ഈ തവണ നാട്ടിൽ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അത് കഴിഞ്ഞ് അവന് പ്രൊമോഷൻ കിട്ടിയത്. പിന്നെ ഞാനും ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിരുന്നു. അത് ഞാൻ എടുത്ത സമയം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഈയിടെ ഡ്രൈവിംഗ് ലൈസൻസിൽ ചേഞ്ച് വന്ന് ഒട്ടും കിട്ടാത്ത ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ലൈസൻസ് എടുക്കാൻ പോകുന്നത്. അതിലെനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റ് കിട്ടി. പിന്നെ എനിക്ക് സ്കിന്നിൻ്റെ അലർജി ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പണ്ട് തൊട്ടേ ഉണ്ട് സെൻസിറ്റീവ് സ്കിൻ. അപ്പോൾ പൊടി അങ്ങനത്തെയൊക്കെ അലർജിയാണ്. പ്രത്യേകിച്ച് ഈ വേർക്കുന്ന സ്ഥലങ്ങൾ, ഇടകൾ, കക്ഷം അങ്ങനെയുള്ളിടത്തൊക്കെ എവിടെയെങ്കിലും യാത്രയൊക്കെ ചെയ്തിട്ട് ഭയങ്കര ചൊറിച്ചിലാണ്. അത് ഞാൻ മാതാവിൻ്റെ തൈലം തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതിലെനിക്ക് ഒത്തിരി സൗഖ്യം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങളാണ് എനിക്ക് ഉടമ്പടിയിലൂടെ കിട്ടിയത്. പിന്നെ ഞാൻ ചെയ്തിരുന്ന പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ ഇവിടുന്ന് പത്രം മുടങ്ങാതെ വാങ്ങിച്ചുകൊണ്ട് പോയി പള്ളികളിലും എൻ്റെ അടുത്ത പരിസരങ്ങളിലും എല്ലാം ഞാൻ വീട്ടിൽ പോയി മാതാവിൻ്റെ കാര്യങ്ങളും അത്ഭുതങ്ങളും എനിക്കുണ്ടായ അനുഭവങ്ങളും ഇവിടുത്തെ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ കൊടുക്കുമായിരുന്നു.
അതുപോലെ ഞാൻ എന്നെയും കൊണ്ട് പറ്റുന്നവർക്കൊക്കെ ഞാൻ കുറേ പേരെയും കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് വന്ന് എടുക്കാൻ പറ്റുന്നവരെ ഡയറക്റ്റ് വന്ന് എടുപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ദൂരദേശത്തിരിക്കുന്നവർക്ക് ഞാൻ ഓൺലൈൻ ലിങ്കും കാര്യങ്ങളും എല്ലാം അയച്ചു കൊടുത്ത് അവരെയും കൊണ്ട് ഞാൻ എടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രായമായവരെയൊക്കെ വീട്ടിൽ പോയി കാണുമായിരുന്നു, അവർക്ക് വേണ്ട ഹെൽപ്പൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. ഞാനൊരു നേഴ്സായതുകൊണ്ട് എന്നെയും കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. രോഗികളായവരെ പോയി കണ്ട് ഞാൻ തൈലമൊക്കെ തൂത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ, ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്നവർ, അങ്ങനെ വേണ്ടവർക്ക് ആനിമൽ റെസ്ക്യൂ ഇങ്ങനെയൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. ഈ ഒരു വർഷക്കാലം എനിക്ക് ജോലിയില്ലായിരുന്നു, പക്ഷെ ഞാനിങ്ങനെ പല സഹായങ്ങൾ ചെയ്ത് ഒരിക്കലും മാതാവ് എനിക്ക് മുട്ടുവരുത്തിയിട്ടില്ല. സത്യമായിട്ടും പറയുക, എൻ്റെ അക്കൗണ്ട് ഒരിക്കലും കാലിയാവാൻ ഇതുവരെ പറ്റിയിട്ടില്ല. എങ്ങനെയൊക്കെ എനിക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ളത് മാതാവ് അനുഗ്രഹിച്ച് തന്നുകൊണ്ടിരിക്കുമായിരുന്നു. അത്രയൊക്കെയാണ്. എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്നതിന് അമ്മേ മാതാവിന് യേശു തമ്പുരാനും കോടാനുകോടി നന്ദി, സ്തോത്രം. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 14-ാം തിരുവചനം അരുളി ചെയ്യുന്നു: കർത്താവിൻ്റെ കൃപ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടുമൊപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി. മെറീന ജോയി 8 വർഷമായിട്ട് തനിക്ക് പുറത്തേക്ക് പോകുവാനായിട്ട് താൻ നോക്കുന്നു. അതിനിടയ്ക്ക് ജോലിയൊക്കെ കിട്ടി, പിന്നീട് ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയിൽ എങ്ങനെയാണ് ഈ മകൾക്ക് ഉടമ്പടി ജീവിതം ഏറ്റവും തൻ്റെ തടസ്സങ്ങൾക്കൊക്കെ ഉള്ള ഒരു പ്രതിവിധിയായിട്ട് ഉടമ്പടി ജീവിതം എങ്ങനെ മാറുന്നു എന്നുള്ളതാണ്. അതായത് കർത്താവിൻ്റെ കൃപ നമ്മിലേക്ക് കവിഞ്ഞൊഴുകി എന്നിലേക്ക് കവിഞ്ഞൊഴുകി എന്ന് അപ്പസ്തോലൻ പറയുന്നുണ്ട്. ഈ കൃപ കവിഞ്ഞൊഴുകണമെങ്കിൽ നാം കൃപാപാത്രങ്ങളാകണമെങ്കിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജീവിതത്തിൽ ഇല്ലാതിരുന്നിട്ടല്ല. ഈ പ്രതിസന്ധിയുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെ നടുവിലാണ് ഉടമ്പടിയെടുത്ത എല്ലാവരും 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ? 30, 60, 100 മേനി ഫലത്തെക്കുറിച്ച് ഈശോ സുവിശേഷത്തിൽ നമ്മോട് പറയുന്നുണ്ട്. എങ്ങനെയാണ് കുറച്ച് പേർക്ക് മാത്രം ഈ ഒരു കൃപ കവിഞ്ഞൊഴുകുവാനായിട്ട് സാധിക്കുന്നത്? അതായത് നാം പലപ്പോഴും പല സാഹചര്യങ്ങളിലും നമുക്ക് തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ തടസ്സങ്ങളൊക്കെ കൃപകളാക്കി മാറ്റുന്നത് വീണിട്ടും എഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ആ ഒരു മനോഭാവത്തോടെ, ആ ഒരു നിലപാടോടെ നാം നിൽക്കുമ്പോഴാണ്. അതിനോട് ചേർത്ത് നമ്മുടെ ജീവിതത്തെയും നാം സമർപ്പിക്കുമ്പോഴാണ്. നമുക്ക് വീഴ്ചകളുണ്ടാകാം, എന്നാൽ പ്രതിസന്ധികളുണ്ടാകാം, പക്ഷേ വീണിട്ടും വീണ്ടും എഴുന്നേറ്റ ഈശോയാണ് നമ്മുടെ മാതൃക. ആ ഈശോയെ മാത്രം നോക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നു. അതാണ് മെറീന പറഞ്ഞത്. മെറീനയുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ മാത്രമുണ്ടായിരുന്നു. പപ്പയെയും അമ്മയെയും ഒക്കെ അവർക്കുമൊക്കെ ഒത്തിരി സഹിക്കേണ്ടി വന്നു. മകൾ എന്തുകൊണ്ട് മകളുടെ കാര്യത്തിലൊരു തീരുമാനമാകുന്നില്ല, ഇങ്ങനെയൊക്കെ കേട്ട് മുറിപ്പെട്ട ദിവസങ്ങൾ തൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് തനിക്ക് പുറത്തേക്ക് പോകാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ മകൾ പറഞ്ഞത്. വീണ്ടും അവിടെ ചെന്നിട്ടും ഉറച്ച ബോധ്യത്തോടെ ആണ് പറഞ്ഞത്, ഞാൻ വീണ്ടും ഇവിടെ വന്ന് സാക്ഷ്യം പറയും, എനിക്ക് ജോലി കിട്ടി, ഞാൻ ഇവിടെ തിരിച്ചു വന്ന് വീണ്ടും സാക്ഷ്യം പറയും എന്നുള്ള ആ ഒരു ഉറച്ച ബോധ്യം ഈ മകൾക്ക് കിട്ടണമെങ്കിൽ അത് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ 100 മേനി ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് തൻ്റെ ഈശോയ്ക്ക് അതായത് ഈശോയോട് ചേർന്ന് താൻ നിൽക്കുമ്പോൾ ദൈവത്തിന് കഴിയുമെന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനം തന്നെയാണ്. അതുപോലെ വീണ്ടും തൻ്റെ സഹോദരൻ്റെ കാര്യം പറഞ്ഞു, തൻ്റെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെയൊക്കെ കാര്യം. അങ്ങനെ ഇന്ന് സഹോദരനും ജീവിതത്തിൽ ഒത്തിരി, അതുപോലെ ഈ മകൾക്കും വിസയ്ക്കൊക്കെ പോകുമ്പോൾ തനിക്ക് മുൻപേ വിസ കൊടുത്ത 3-4 മാസമായിട്ടുള്ളവരൊക്കെ ഇപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. എന്നാൽ തനിക്ക് ഇതിനെല്ലാം സാധിച്ചു. ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗമുണ്ട്. അതുപോലെ തൻ്റെ സഹോദരനും എങ്ങനെയാണ് വർഷങ്ങളായിട്ട് അവിടെയുള്ള പലർക്കും ലഭിക്കാത്ത പ്രൊമോഷനൊക്കെ ലഭിച്ചത് എന്നുള്ളതൊക്കെ നാം കേട്ട കാര്യമാണ്. കൃപ കവിഞ്ഞൊഴുകുന്ന കൃപാപാത്രങ്ങളായി തീരുവാൻ ഉടമ്പടി നമ്മെ സഹായിക്കട്ടെ. നമുക്കതിനു വേണ്ടി നമ്മെ തന്നെ തുറന്ന് കാത്തിരിക്കാം. ദൈവത്തിൻ്റെ മുമ്പിൽ തുറവിയുള്ളവരാകാം. കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. പരിശുദ്ധ ദേവമാതാവിനും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു. ഈ പുണ്യവേദിയിൽ വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയതിൽ
എൻ്റെ പേര് ഗൽഗ ജോസഫ്. ഞാൻ കോതമംഗലം സെൻറ്റ് ജോർജ് ഇടവകാംഗമാണ്. ഇതെൻ്റെ മമ്മി ഷീജ ജോസഫ്. ഇത് എൻ്റെ മകൻ ഇസഹാക്ക്. ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഫെബ്രുവരി 12 2022 ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിട്ടപ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ കുടുംബത്തിൽ സമാധാനം വരികയും വിശ്വാസത്തിലേക്ക് കൂടുതൽ വളരാനും എനിക്ക് സാധിച്ചു. എനിക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഞാൻ എൻ്റെ രണ്ടാമത്തെ മകനെ പ്രഗ്നൻ്റായ സമയത്ത് 7ാം മാസം നോർമൽ ഒരു റൊട്ടീൻ ചെക്കപ്പിന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ ചെന്ന സമയത്ത് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല കുഞ്ഞിന്. എനിക്കപ്പോൾ ആ സമയത്ത് ഒരു 7 months ആയിരുന്നു. പക്ഷേ എനിക്കൊരു 4 months ഒരു വയറ് പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ അപ്പോൾ എനിക്കൊരു പ്രോട്ടീൻ പൗഡർ തരികയും അത് കഴിച്ച് കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്യാമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർ 7 months ചെക്കപ്പിന് ചെന്നപ്പോൾ എന്ത് പറഞ്ഞു, നിനക്ക് കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ കുഞ്ഞിനൊന്നും കുഴപ്പമൊന്നുമില്ല, നീ പൗഡറൊക്കെ കഴിച്ച് ഓക്കെ അല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതേന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നു, നീ സ്കാൻ ചെയ്യാൻ ഡോക്ടറോട് പറയുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ നമ്മളെന്തായാലും ഇങ്ങനെ വെയിറ്റ് ഇല്ല എന്ന് തോന്നണ കൊണ്ട് നമ്മൾ പ്രോട്ടീൻ പൗഡറൊക്കെ കഴിച്ചല്ലോ, അപ്പോൾ എങ്ങനെയാണ് വെയിറ്റ് ഒന്ന് നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഡോക്ടറോട് അങ്ങോട്ട് നിർബന്ധിച്ച് ഞാൻ സ്കാൻ ചെയ്യിച്ചു. സ്കാൻ ചെയ്ത സമയത്താണ് ഡോക്ടർ പറയുന്നത്, എടോ ഇത് എമർജൻസി ആയിട്ട് നമുക്ക് ഫർദറായിട്ട് ഒന്നുകൂടി സ്കാൻ ചെയ്യണം, തനിക്ക് കുഞ്ഞിനെടുക്കാൻ ഫ്ലൂയിഡ് ഇല്ല, തൻ്റെ ഫ്ലൂയിഡ് എല്ലാം ലീക്കായി പോയി എന്ന് പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് ഷോക്കായിപ്പോയി. കാരണം എനിക്കങ്ങനെ എൻ്റെ ഫ്ലൂയിഡ് പോയതായിട്ടോ എനിക്കങ്ങനെ ഒന്നുമില്ല. ഞാൻ ജോലി ചെയ്തതിന് ശേഷമാണ് തിരിച്ച് വന്ന് ഡോക്ടറെ കാണുന്നത്. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. അങ്ങനെ ഡോക്ടർ ഫർദറായിട്ട് ഒന്നുകൂടി സ്കാനിങ്ങിന് പറഞ്ഞു. അവിടെ സ്കാനിങ്ങിന് ചെന്നിരുന്നപ്പോഴും ഡോക്ടർ എന്നോട് ചോദിച്ചു, എടോ തൻ്റെ വാട്ടർ ഫുള്ള് ലീക്കായി പോയല്ലോ, ഇതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഡോക്ടറെ എനിക്ക് ഓർമ്മയില്ല, എനിക്ക് ആകെ ടെൻഷനായി. അത് കഴിഞ്ഞ് ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ ഓടി ഞാൻ സ്കാൻ ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നിട്ട് പറഞ്ഞു, എടോ ഇത് എമർജൻസി ആയിട്ട് നമുക്ക് സിസേറിയൻ ചെയ്യണം, കുഞ്ഞിന് കിടക്കാനുള്ള ഫ്ലൂയിഡ് ഇല്ല, തനിക്ക് എമർജൻസി ആയിട്ട് സിസേറിയൻ ചെയ്യണം, പിന്നെ തനിക്ക് ചെസ്റ്റ് ഇൻഫെക്ഷനും ഉണ്ട്, ഞാൻ തന്നെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യണമെന്ന് പറഞ്ഞു. താൻ പേടിക്കൊന്നും വേണ്ട, കൊച്ചിന് 1.2 ആണ് ഇപ്പോഴത്തെ വെയിറ്റ്, പേടിക്കേണ്ട, ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ NICUയിലേക്ക് കിടത്തും, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഡോക്ടർ എമർജൻസി ആയിട്ട് എന്നെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. അവിടെ ചെന്നതും നേരെ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണ് അവർ കയറ്റിയത്. എൻ്റെ ഓർണമെൻറ്റ്സ് എല്ലാം ഊരിയെടുത്തു. അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി കാശ് രൂപം പിടിച്ചു. അപ്പോൾ എൻ്റെ മമ്മിയും എൻ്റെ അമ്മയും എല്ലാവരും, ഹസ്ബൻഡ് അമ്മയൊക്കെയായാലും, നീ പേടിക്കണ്ട, പക്ഷേ എനിക്കെപ്പോഴും ഒരു ധൈര്യമുണ്ട്, ഞാൻ ഉടമ്പടിയിലാണ് നിൽക്കുന്നതെന്നുള്ള ധൈര്യത്തിൻ്റെ പുറത്ത് ഞാൻ ഉടമ്പടി കാശ് രൂപം വെച്ച് ശക്തിയായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. മാതാവേ, ഒരു പ്രിമച്ചറായ ബേബീനെ ഞാൻ എന്താ മാതാവ് ചെയ്യണ്ടേ, 1.2 ആണ് എൻ്റെ ബേബിയുടെ ബർത്ത് വെയിറ്റ് പറഞ്ഞേക്കുന്നത്. എനിക്ക് ആകെ ടെൻഷനായി. എൻ്റെ കൂടെയുള്ള എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണെങ്കിലും ഹസ്ബൻഡും മമ്മി എല്ലാവരും ആ സമയത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഉടമ്പടി കാശ് രൂപം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ലേബർ റൂമിൽ കയറ്റി, ഓപ്പറേഷന് വേണ്ടി കയറ്റി എന്നെ അവർ പറഞ്ഞു, നമുക്കൊന്നുകൂടി നോക്കിയിട്ട് പറയാട്ടോ എന്ന് പറഞ്ഞ് ഡോക്ടർ എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതിനുശേഷം അവിടെ ഞങ്ങൾ പിറ്റേ ദിവസം 11 മണിക്കാണ് ഞങ്ങളോട് സ്കാനിങ് പറഞ്ഞിരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലുള്ളിൽ ആരോ ഇരുന്ന് പറയുന്നു, നീ ഈ ഹോസ്പിറ്റലിൽ നിന്ന് റെഫറൻസ് മേടിച്ച് നീ വേറെ ഹോസ്പിറ്റലിലേക്ക് പോകണപ്പോൾ എന്നെ തലേ ദിവസം ലേബർ 7 മണിയായപ്പോൾ എന്നെ അവിടെ കൊണ്ടുവന്നാണ്. അപ്പോൾ 11 മണിയായിട്ടും എന്നെ അവരൊന്നും നോക്കുന്നില്ല, സ്കാനിങ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നിർബന്ധിച്ചപ്പോഴാണ് അവരെൻ്റെ അടുത്ത് സ്കാനിങ് അന്ന് 11 മണിയാകുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞത്. എന്നിട്ട് എനിക്ക് ആ സ്കാനിങ് റൂമിൻ്റെ തൊട്ട് മുന്നേ കയറുന്നതിന് മുന്നേ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്ന പോലെ, നീ ഇവിടെ നിന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്ന് മാറണം, ഈ ഹോസ്പിറ്റലിൽ നിന്ന് മാറുന്ന ശക്തമായിട്ട് ആരോ പറയുന്ന പോലെ. അപ്പോൾ എൻ്റെ മമ്മിയാണ് എൻ്റെ കൂടെ സ്കാനിങ്ങിന് നിന്നിരുന്നത്. അപ്പോൾ ഞാൻ മമ്മീനോട് പറഞ്ഞു, മമ്മി എൻ്റെ ഹസ്ബൻഡിനോട് പറയണം, നമുക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് പോവാം, നമുക്ക് ഇവിടെ സ്കാൻ ചെയ്യേണ്ട, ഇത്രയും നേരമായിട്ട് ഇവർ ഒരു ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്തിട്ടില്ല, ഈ ഒരു പ്രശ്നമായിട്ട് ഫ്ലൂയിഡ് ഒട്ടും ഇല്ല എന്ന് പറഞ്ഞു കൊണ്ടുവന്ന് എന്നെ ഇവരൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡും ഞങ്ങളും അവിടെ നിന്ന് റെഫറൻസ് മേടിച്ച് ആലുവയിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നു. അവിടെ ചെന്നു. അപ്പം ഞാൻ ശക്തിയായിട്ട്, എൻ്റെ മമ്മിയും ഞാനും ശക്തിയായിട്ട് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവേ, ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുന്നതാണ്, എൻ്റെ ഭർത്താവിനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എനിക്ക് മാതാവ് തന്നേക്കണ ഒരു അവസരമാണിതെന്ന് ഞാൻ ശക്തിയായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ ഡോക്ടർ വരികയും ആ ഡോക്ടർ പറഞ്ഞു, തനിക്ക് ഇപ്പോൾ സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കേണ്ട ഒരാവശ്യമില്ല, ഇത് തൻ്റെ വാട്ടർ ലീക്കായതല്ല, ഇത്
തൻ്റെ പ്ലാസൻ്റെ പോസ്റ്റീരിയർ ആയതുകൊണ്ട് താൻ കഴിക്കുന്ന ഫുഡോ വെള്ളമോ ഒന്നും തൻ്റെ കുഞ്ഞിലേക്ക് ചെല്ലുന്നുണ്ടായിരുന്നില്ല. ഇപ്പം തനിക്ക് ഒരു കുഴപ്പമില്ല. കാരണം ഇപ്പം തൻ്റെ കുഞ്ഞിന് ആവശ്യത്തിന് വയറ്റിനുള്ളിൽ തന്നെ കിടക്കാനുള്ള വെള്ളവും ഫ്ലൂയിഡും തൻ്റെ കുഞ്ഞിനുണ്ട്. താൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമുക്കിതെങ്ങനെയെങ്കിലും ഒരു 36 വീക്സ് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. എന്നാൽ ഇത് ഹൈ റിസ്ക് പ്രഗ്നൻസി തന്നെയാണ്. പക്ഷേ ഞാൻ വിശ്വസിച്ച് ഉടമ്പടി തൈലം എൻ്റെ വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയ ജപമാലയാണെങ്കിലും ഞാൻ ഇടപെടാതെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങളെ 3 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയും എനിക്ക് വീക്ക്ലി ചെക്കപ്പ് പറയുകയും ചെയ്തു. അപ്പോൾ ആ സ്കാനിങ്ങിനൊക്കെ ഞാൻ ഡോക്ടറോട് ചെല്ലുമ്പോഴും എൻ്റെ വെയിറ്റ് 1.2 തന്നെയായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, താൻ കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടുമെന്ന് ഓർത്തിട്ട് താൻ ഇനി ഫുഡൊന്നും ഒത്തിരി ഓവറായിട്ടൊന്നും കഴിക്കേണ്ട, കാരണം കുഞ്ഞിലേക്ക് ഇനി ഒന്നും ചെല്ലാൻ പോകുന്നില്ല, നമുക്ക് എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിനെ മാസം തികഞ്ഞ് പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ തവണ ഞാൻ സ്കാനിങ്ങിന് ചെല്ലുമ്പോൾ ഡോക്ടറോട് ചോദിക്കും, ഡോക്ടറെ വെയിറ്റ് കൂടിയോ. അപ്പോൾ ഒരു ദിവസം ഡോക്ടർ എന്നോട്, എനിക്ക് വീക്കിലി സ്കാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്ത് പറഞ്ഞു, താൻ എന്നും എന്നോട് ഇങ്ങനെ ചോദിക്കണ്ട, തൻ്റെ കുഞ്ഞിൻ്റെ വെയിറ്റ് ഇനി കൂടാൻ പോകുന്നില്ല, ഇനി മാക്സിമം പോയ 1.4. ഞാൻ അവിടെ വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ മുമ്പിൽ വെച്ച ഡോക്ടർ പറഞ്ഞേക്കുന്നത്, മാതാവേ ഇതെൻ്റെ ഹസ്ബൻഡിനെ വലിയൊരു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നീ കാണിച്ച തന്നെ ഒരു അടയാളമായിട്ട് ഞാൻ കാണുകയാണ് മാതാവേ എന്ന് പറഞ്ഞു. ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ റൂമിൻ്റെ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞ് എനിക്ക് എന്തായാലും 2 കിലോ അടുത്തുണ്ടാവും, എനിക്ക് കുഞ്ഞുണ്ടാവുമ്പോൾ ഞാൻ എൻ്റെ അമ്മയോടെ പ്രാർത്ഥിച്ചേക്കണേ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഡോക്ടർ 1.4 എന്നാണ് പറഞ്ഞേക്കണേന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നമുക്ക് നോക്കാം, ഡോക്ടർ പറഞ്ഞേക്കണം അല്ലേ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങനെ എല്ലാ വീക്കിലും സ്കാനിങ്ങിനൊക്കെ പോയി 36 വീക്സ് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് ഒരു നല്ലൊരു ആൺകുഞ്ഞിനെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. എനിക്ക് ഡെലിവറി ടൈമിൽ എൻ്റെ കുഞ്ഞ് 1.9, അതായത് 2 കിലോ അടുത്ത് എൻ്റെ കുഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ തന്നെ ഡെലിവറി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞു, എടോ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഒറ്റ ഇതുകൊണ്ടാണ് ഈ കുഞ്ഞിന് ഇത്രയും വെയിറ്റ് കൂടി കിട്ടിയത് എനിക്ക് ഉറപ്പുണ്ട്, കാരണം ഞാനല്ല ചെയ്തത്, ഇത് ദൈവമാണ് ചെയ്തതെന്ന് ആ ഡോക്ടർ ഞങ്ങളുടെ മുന്നിൽ വെച്ച് വെളിപ്പെടുത്തി. അതെനിക്ക് വലിയൊരു സാക്ഷ്യമായിരുന്നു. കാരണം എൻ്റെ ഹസ്ബൻഡിന് അത് വലിയൊരു സാക്ഷ്യമായിരുന്നു. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ മുമ്പിൽ വെച്ചാൽ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഡോക്ടറല്ലേ പറയണേ, ദൈവം അല്ലല്ലോ എന്നുള്ളൊരു ചിന്ത എൻ്റെ ഹസ്ബൻഡിനുണ്ട്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിനെ ഒരു വലിയ വിശ്വാസത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മാതാവ് തന്ന അനുഗ്രഹത്തിലൂടെ സാധിച്ചു. ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഞാനൊരു ബാങ്കറാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ക്യാഷിൽ ഒരു ദിവസം 50,000 രൂപയുടെ എക്സസ് വന്നു. ഞങ്ങൾ ഒത്തിരി ട്രൈ ചെയ്തു, ഒരു 9 മണി വരെ രാത്രി ഇരുന്നു, ഇത് എവിടെ നിന്നാണ് എക്സസ് വന്നേ. ഞങ്ങൾ സംശയമുള്ള എല്ലാ കസ്റ്റമേഴ്സിനെയും വിളിച്ചു നോക്കി, എങ്ങും കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ ജോലിയുടെ ഇതിൽ തന്നെ ഒരു ബാഡ് മാർക്ക് ആവണ ഒരു കാര്യം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുന്നത്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാതാവേ നീ എന്നോട് ക്ഷമിക്കണം, എനിക്കിത് ആരുടെ പൈസയാണെന്ന് എനിക്ക് ഇത് കാണിച്ചു തന്നെ മാതാവേ എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി തൈലം കുരിശ് വരച്ച് എൻ്റെ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ എപ്പോഴും ബൈബിൾ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. ഞാൻ ആ ബൈബിളിൽ വചനം എടുത്തപ്പോഴും എനിക്ക് വളരെ ശക്തമായ വചനങ്ങളാണ് കിട്ടിയത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് അന്ന് വന്ന ഒരു കസ്റ്റമറിൻ്റെ മുഖം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയും ഞാൻ ആ കസ്റ്റമറെ വിളിക്കുകയും ചെയ്തു. ആ കസ്റ്റമറെ വിളിച്ചപ്പോൾ കസ്റ്റമർ പറഞ്ഞു, മോളിപ്പോൾ എന്നെ വിളിക്കേണ്ടത് എൻ്റെ 50,000 രൂപ ക്യാഷ് കൂടുതലുണ്ടായിട്ടല്ലേ മോളെ, ഞാനിതെങ്ങനെ അങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്നതെന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു. ഞാൻ അപ്പം തന്നെ എൻ്റെ മാതാവിന് നന്ദി പറഞ്ഞു. കാരണം അത് പറയാൻ കാരണം ഞാൻ അന്ന് ആ ബ്രാഞ്ചിൽ നിന്ന് വേറൊരു ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ആയി പോകുമായിരുന്നു. അപ്പോൾ ആ എക്സസ് വന്നിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ട്രാൻസ്ഫർ അന്ന് അവിടെ മുടങ്ങുമായിരുന്നു. അങ്ങനെ മാതാവ് സമയച്ചുരുക്കത്തിൻ്റെ മാതാവാണെന്ന് എനിക്ക് തെളിയിച്ചു തന്നു. ഇത്രയും വലിയ അനുഗ്രഹം ചൊരിഞ്ഞെന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാറുണ്ട്. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ എൻ്റെ മുന്നിൽ വരുന്ന പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാറുണ്ട്. പിന്നെ പൊതിച്ചോറ് കെട്ടിക്കൊടുക്കാറുണ്ട്. പിന്നെ ഓൾഡ് ഏജ് ഹോമിലേക്ക് അവർക്ക് ആവശ്യമായ സാധനങ്ങൾ മേടിച്ചു കൊടുക്കാറുണ്ട്. പ്രാർത്ഥനയിൽ വളരാൻ പറ്റിയതും ഇപ്പം ഞാൻ എന്നും അരമണിക്കൂറല്ല 1 മണിക്കൂർ, ഞാൻ അരമണിക്കൂർ വരെ ബൈബിൾ വായിക്കാൻ മടിച്ചിരുന്നു. ഞാൻ ഇന്ന് 1 മണിക്കൂർ ബൈബിൾ വായിക്കും. 1000 മണി ജപമാല ഞാൻ എല്ലാ ദിവസവും ചൊല്ലും. ഞാൻ എൻ്റെ ഈശോയ്ക്കും മാതാവിനും വേണ്ടി സമയം കണ്ടെത്താൻ ഇന്ന് ശ്രമിക്കുന്നുണ്ട്. ഈശോയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി. എന്നീ സാക്ഷ്യം പറയാൻ എനിക്ക് ഇവിടെ സാധിച്ചതിന്. സുഭാഷിതങ്ങളുടെ പുസ്തകം 14-ാം അധ്യായം 26-27 തിരുവചനങ്ങൾ. ദൈവഭക്തിയാണ് ബലിഷ്ഠമായ ആശ്രയം, സന്താനങ്ങൾക്ക് അത് അഭയസ്ഥാനമായിരിക്കുകയും ചെയ്യും.
ദൈവഭക്തി ജീവൻ്റെ ഉറവയാണ്. മരണത്തിൻ്റെ കെണികളിൽ നിന്ന് രക്ഷപ്പെടുവാൻ അത് സഹായിക്കുന്നു. ഗാൽഗ ജോസഫ് എന്ന ഈ മകൾ വലിയ സന്തോഷത്തോടുകൂടി പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ തൻ്റെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ഗർഭധാരണ സമയത്ത് അപചാരിതമുണ്ടായ പ്രതിസന്ധി എത്ര സുന്ദരമായി അമ്മ മാതാവ് സുരക്ഷിതമായ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ പ്രദാനം ചെയ്തുകൊണ്ട് കുടുംബത്തെ സഹായിച്ചു എന്നതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ പറഞ്ഞു തുടങ്ങുന്നത്, ഒരു റൊട്ടീൻ ചെക്കപ്പിന് വേണ്ടി ആശുപത്രിയിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഫ്ലൂയിഡൊക്കെ നഷ്ടപ്പെട്ട് കുഞ്ഞ് വല്ലാത്ത ഗുരുതരമായൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. വളരെ ഭാരം കുറഞ്ഞ് 1.2 ഏകദേശമുള്ള രീതിയിൽ കുഞ്ഞ് നിൽക്കുകയാണ്. എമർജൻസി ആയി സിസേറിയൻ ചെയ്ത കുഞ്ഞിനെ പുറത്തെടുക്കണമെന്ന്. അതാണ് ആ സിറ്റുവേഷൻ മകൾ പങ്കുവയ്ക്കുന്നത്. അവിടെ നിന്ന് അടുത്തൊരു ആശുപത്രിയിലേക്ക് അവർ റെഫർ ചെയ്യുന്നു. അവിടെ ചെന്ന് മകൾ വളരെ തീവ്രമായിട്ട് അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം ഉദരത്തിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിരന്തരം അമ്മയോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ മണിക്കൂറുകളൊക്കെയും മുന്നോട്ട് പോകുന്നത്. കുറേ കഴിയുമ്പോൾ മകളുടെ തന്നെ ഉള്ളിൽ പറയുന്നു, ഇവിടെ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് പോകണമെന്ന്. അതാണ് വീട്ടുകാരോട് പറയുന്നത്, മറ്റൊരു ആശുപത്രിയിലേക്ക് നമുക്ക് പോകണം, ഇവിടുന്ന് കത്ത് വാങ്ങണമെന്ന്. അങ്ങനെ രണ്ടാമത്തെ ആശുപത്രിയിൽ നിന്ന് മൂന്നാമത്തെ ആശുപത്രിയിലേക്ക് മകൾ ചെന്നെത്തിച്ചേരുന്നു. അവിടെ ചെന്ന് ഡോക്ടർമാർ പരിശോധിക്കുമ്പോൾ അറിയുന്നത് അത് ഫ്ലൂയിഡ് വറ്റിപ്പോയതല്ല, മറ്റു ചില കാര്യങ്ങളാണ്. നമുക്കതിപ്പോൾ തന്നെ എമർജൻസിയായി സിസേറിയൻ ചെയ്യേണ്ട കാര്യമില്ല. നമുക്കിത് 36 ആഴ്ച എത്തും വരെയും നമുക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നോക്കണം. വെയിറ്റ് കുറവായിരിക്കുമെങ്കിലും കുഞ്ഞിനെ പൂർണ്ണ വളർച്ചയെത്തി നമുക്ക് പുറത്തെടുക്കുവാൻ നോക്കാമെന്ന്. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് മരണകരമായ അപകടകരമായ സാഹചര്യത്തിൽ നിന്ന് അമ്മ മാതാവിൽ ആശ്രയിച്ച് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയും ഉടമ്പടി കാശുരൂപം ശരീരത്തിൽ ധരിച്ചുകൊണ്ട് പരിശുദ്ധമ്മയുടെ സവിശേഷമായ സംരക്ഷണം ജീവിതത്തിൻ്റെ വേദനിക്കുന്ന നിമിഷങ്ങളിൽ ഉണ്ടാകണമെന്ന് നിരന്തരം പറയുകയും ചെയ്യുന്ന മക്കൾക്ക് അമ്മയുടെ ഇടപെടലും സാന്നിധ്യവും വഴിതെളിക്കലും കിട്ടുന്നത് എങ്ങനെയെന്ന് മകൾ സൂചിപ്പിക്കുകയാണ്. അവിടെ അത് ഓരോ ആഴ്ച അവൾ സ്കാനിങ്ങിന് പോകുമ്പോഴും ആകെയുള്ള അവളുടെ ആദി കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടിയോ എന്നത് മാത്രമാണ്. അത് ഓരോ തവണ ചോദിക്കുമ്പോഴും ഡോക്ടർമാർ അവസാനം പറയുന്നു 1/400 വരെ മാക്സിമം പ്രതീക്ഷിക്കാം. 4-5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച വരെ NICUയിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ട് ഇനി എപ്പോഴും വെയിറ്റിൻ്റെ കാര്യം ചോദിക്കേണ്ടതില്ല. അവിടെയും ശരിക്കും മകളുടെ വിശ്വാസവും അമ്മ മാതാവിലുള്ള ശരണവുമാണ് അവൾ ഏറ്റുപറയുന്നത്. ഒന്ന്, അവൾക്കുണ്ടായിരുന്നത് പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിനെ കരങ്ങളിൽ ലഭിക്കണം. ആരോഗ്യമുള്ള കുറവൊന്നുമില്ലാത്ത കുഞ്ഞിനെ കരങ്ങളിൽ ലഭിക്കണം. അതോടൊപ്പം തന്നെ അല്പം കൂടി ഭാരം കൂടിയ 2 കിലോയെങ്കിലുമുള്ള ഒരു കുഞ്ഞിനെ കരങ്ങളിൽ ലഭിക്കണം. ഇതാണ് അവൾ നിരന്തരം ഉദരത്തിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുകയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിലൂടെ അമ്മ മാതാവിനോട് കൊടുത്തുകൊണ്ടിരുന്ന സന്ദേശം. മാതാവ് അവളെ എത്രത്തോളം സഹായിച്ചുവെന്ന് മകൾ പറയുന്നുണ്ട്. മറ്റൊന്നുകൂടി മകളുടെ ഈ ഒരു പ്രതിസന്ധിയുടെ നാളുകളിൽ അവൾ മാതാവിന് നിയോഗം കൊടുക്കുന്നുണ്ട്. എൻ്റെ കുടുംബത്തിൻ്റെ വിശ്വാസം വർദ്ധിക്കുന്നതിന്, എൻ്റെ ജീവിത പങ്കാളിക്ക് അമ്മ മാതാവിലുള്ള വിശ്വാസം, കൃപാസന മാതാവിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നതിന് ഈ കുഞ്ഞിൻ്റെ ജനനം കാരണമാക്കി മാറ്റണമേ എന്ന്. അങ്ങനെയാണ് അവൾ സൂചിപ്പിക്കുക. എല്ലാവരും 1/400-നപ്പുറം ഇല്ല എന്ന് പറയുന്നൊരു കുഞ്ഞ് പൂർണ്ണ വളർച്ചയെത്തി 36 ആഴ്ചകൾക്ക് ശേഷം 1/900 ഭാരത്തോടു കൂടി അത് പിറവി കൊള്ളുന്നതാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, അമ്മ മാതാവ് ക്ലേശകാലങ്ങളിൽ നമുക്ക് അഭയദുർഗമായി എപ്പോഴും ചേർന്ന് നിൽക്കുന്നു. കണ്ണീരൊപ്പിയെടുത്തുകൊണ്ട് നമുക്ക് സമാധാനത്തിൽ ജീവിതം നയിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിത്തരുന്നു. അപകടകരമായ നിമിഷങ്ങളിൽ കൂടെ വന്നുകൊണ്ട് വഴിതെളിച്ച് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്നു. ഒപ്പം അമ്മ മാതാവിൻ്റെ അരികിലേക്ക് വിശുദ്ധിയോട് കൊടുക്കുന്ന പ്രാർത്ഥനകളെ അമ്മ മാതാവ് നമുക്ക് അനുഗ്രഹത്തിനുള്ള ആശീർവാദമാക്കി മാറ്റിത്തരികയും ചെയ്യുന്നു. അമ്മയുടെ കരങ്ങളിൽ ഈ കുടുംബത്തിന് ലഭിച്ച ഈ എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ, കണ്ണീരുപ്പുള്ള നമ്മുടെ പ്രാർത്ഥനകളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കരഘോഷത്തോടു കൂടി ഈ സാക്ഷ്യം സമർപ്പിക്കാം.